ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിങ്ങളുടെ ഇപ്പോഴുള്ള വരുമാനത്തിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? സ്വന്തമായി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി മാസം 50,000 രൂപ തൊട്ട് 70,000 രൂപ വരെ എങ്ങനെ ഉണ്ടാക്കാം എന്ന സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണിത്. ആദ്യമേ പറയട്ടെ, ഇതൊരു ഓവർനൈറ്റ് സക്സസ് അല്ല. 6 മാസം മുതൽ 12 മാസം വരെ കൺസിസ്റ്റൻ്റായി ഡെഡിക്കേറ്റായി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രമേ ഈ സീരീസ് ഫോളോ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഐഡിയ ഉണ്ടാക്കുന്നത് തൊട്ട് ആ മൊബൈൽ ആപ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്ത് അതിനെ മോണറ്റൈസ് ചെയ്ത് അതിൽ നിന്നൊരു പാസീവ് ഇൻകം ഉണ്ടാക്കുന്നത് വരെയുള്ള 10 എപ്പിസോഡായിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഞാൻ ഷോർട്സായി ഇടുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് വേർഷൻസ് ആണ് ഈ സീരീസിൽ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്രീ PDF ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ഫ്രം ഐഡിയ ടു മോണറ്റൈസേഷൻ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. സീരീസ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ആ ഫ്രീ PDF ബുക്കും നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയി തരുന്നതാണ്. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യുന്നതിലൂടെ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ആർക്കൊക്കെ ഈ സീരീസ് ഉപകാരപ്പെടും? ഈ സീരീസ് ആർക്കും ഉപകാരപ്പെടും. കാരണം കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്ന ആർക്കും ഇത് പഠിച്ചെടുത്ത് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള IT പ്രൊഫഷണൽസ്, ഓൾറെഡി വർക്ക് ചെയ്യുന്ന IT പ്രൊഫഷണൽസ്, കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് എന്നുള്ളവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അതിന് നിർബന്ധമൊന്നുമില്ല. പഠിക്കാൻ ആഗ്രഹമുള്ള ആർക്കും ഇതൊക്കെ പഠിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അത്യാവശ്യം +2 പഠിക്കുന്ന ഒരാൾക്ക് തന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ സ്വന്തമായി ഉണ്ടാക്കാനുള്ള സ്കില്ല് ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ അതിനുവേണ്ടി എത്രമാത്രം ഡെഡിക്കേഷൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഞാൻ കഴിഞ്ഞ 3 വർഷമായി കൺസിസ്റ്റൻ്റായി മാസം ഏകദേശം ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ പോലും 50,000 രൂപയുടെ അടുത്ത് എനിക്ക് എൻ്റെ ആപ്പിൽ നിന്ന് വരുമാനമുണ്ട്. അത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഐഡിയ കൊണ്ട് നിങ്ങൾക്കും ഇതുപോലെ ഒരു കൺസിസ്റ്റൻ്റായി ഇൻകം ഉണ്ടാക്കാം. പിന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്ന് ഇതുപോലെ ഇൻകം ഉണ്ടാക്കണമെങ്കിൽ ഇതുവരെ ആരും ഉണ്ടാക്കാത്ത ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ, ഒരു ഇന്നോവേറ്റീവ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഐഡിയ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ആപ്പ് ഉപയോഗിക്കാനുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചാൽ മാത്രം മതി. അതായത് നിങ്ങളുടെ ചെറിയൊരു യൂസർ ബേസ് ആയ പോലും നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻകം ഉണ്ടാക്കാം. ഇപ്പോൾ എൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 30,000 ഡൗൺലോഡ് മാത്രമേ ഉള്ളൂ. ഫോക്കസ് ചെയ്യുന്നത് കേരള മാത്രമാണ്. കേരള സിവിൽ PSC എക്സാംസ് മാത്രമാണ്. സോ അതിൽ നിന്നാണ് എനിക്ക് ഈ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു $1 മില്യൺ ആപ്പ് തന്നെ ഉണ്ടാക്കണം നിർബന്ധമില്ല. അങ്ങനെയും ഉണ്ടാക്കാം. ഞാൻ പറയുന്നത് കൺസിസ്റ്റൻ്റായി ഒരു സൈഡ് ഇൻകം ഉണ്ടാക്കാൻ അത്രയും വലിയ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഐഡിയ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ആക്ച്വലി ജനറൽ PSC ആപ്ലിക്കേഷൻ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്, ചുമ്മാ പഠിക്കാൻ വേണ്ടി. ഇതെൻ്റെ ആദ്യത്തെ ആപ്ലിക്കേഷനും ഒന്നല്ല, 4-5ാമത്തെ ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് PSC ഗുരു എന്ന ആപ്ലിക്കേഷൻ ആയിരുന്നു. പിന്നെ നോക്ക് PSC ആയിരുന്നു, ഐലൻഡ് PSC, അതുപോലെ ടെക്നിക്കൽ PSC. ഈ ആപ്ലിക്കേഷൻസിൽ ആദ്യത്തെ 3 ആപ്ലിക്കേഷൻസ് ഇപ്പോഴില്ല. 4ാമത്തെ ആപ്ലിക്കേഷൻ ഞാനിപ്പം ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ 5ാമത്തെ ആപ്ലിക്കേഷൻ. ഇതിൽ നിന്നാണ് എനിക്ക് ഈ കൺസിസ്റ്റൻ്റ് ഇൻകം വരുന്നത്. ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. കാരണം മുന്നേ നമ്മൾ ട്രൈ ചെയ്യുന്നതിലൂടെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അത് പുതിയ ആപ്പിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും, അതുവഴി വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുക. അപ്പോൾ ആദ്യം ആപ്പ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു വരുമാനം കിട്ടും എന്നുള്ള രീതിയിൽ ഇതിനെ കാണരുത്. നമ്മൾ കുറച്ചും കൂടി ഒരു ടൈം എടുക്കും ഇത് കിട്ടാൻ. അത് കിട്ടിക്കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ ഒരു കൺസിസ്റ്റൻ്റായി നമുക്ക് ആ ഒരു ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ ഈ ആപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ടാണ് യൂസേഴ്സിന് കൊടുത്തിരുന്നത്. അതായത് ആദ്യത്തെ 1 വർഷം എന്നത് ഫ്രീ ആയിരുന്നു. പിന്നെ 99 rupees ആയിരുന്നു ആനുവലി. പിന്നെ ഞാനത് 999 rupees പെർ ആനുവൽ ആക്കി. അതായത് ആ ആപ്പിൻ്റെ ഫീച്ചേഴ്സ് കൂടുതൽ ആഡ് ചെയ്യുകയും വാല്യൂ ആഡ് ചെയ്യുകയും യൂസേഴ്സിന് ആ വാല്യൂ കിട്ടുകയും ചെയ്തതുകൊണ്ടാണ് യൂസേഴ്സ് അത് പർച്ചേസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ആപ്പ് യൂസേഴ്സിന് അതിന് തക്കതായ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങൾ ഈ പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഓവർനൈറ്റ് സക്സസ് അല്ല. നിങ്ങൾ 6 മാസം മുതൽ 12 മാസം വരെ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. ആപ്പ് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ പൈസ വരും എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആണെങ്കിൽ കാര്യമില്ല. കുറച്ച് സമയമെടുക്കും. കൺസിസ്റ്റൻ്റായി ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ കൺസിസ്റ്റൻ്റായ പാസീവ് ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് എൻ്റെ ഒരു പാസീവ് ഇൻകമാണ്. എൻ്റെ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് എൻ്റെ ജോലി തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായി ഞാൻ സോഫ്റ്റ്വെയർ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ ഇത് എൻ്റെ ഒരു സൈഡ് ഇൻകമാണ്. വീക്കെൻഡ്സ് അല്ലെങ്കിൽ എൻ്റെ ജോലി കഴിഞ്ഞ ശേഷം രാത്രി കിട്ടുന്ന സമയങ്ങളിലൊക്കെ വർക്ക് ചെയ്താണ് ഈ ഒരു പാസീവ് ഇൻകം ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഉള്ള ജോലി കളഞ്ഞ് ഇതിലേക്ക് പോകണം എന്ന് ഞാൻ പറയില്ല. ഓൾറെഡി ഉള്ള ജോലിയുടെ കൂടെ തന്നെ സൈഡായി ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതും വലിയൊരു കാര്യമായിരിക്കും. സോ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, യൂസ്ഫുൾ ആവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു, ബൈ.